കാര്യം അമ്മക്ക് ഇത് അറിഞ്ഞ അവസ്ഥ ആലോചിക്കാൻ പോലും പേടിയാവുന്നു ചേച്ചിയെ വഴക്ക് പറയുന്നത്. അല്ല നീ ഇത് പറയല്ലേ അമ്മത്ത് പറഞ്ഞാ പിന്നെ തീർന്നു. അല്ല നീ പറയോ? സത്യം ചെയ്. സത്യം എന്ത് പറയത്തില്ല. ആര് ചോദിച്ചാലും പറയല്ലോ, ഒന്നും പറയല്ലോ. സത്യമാണ്. സത്യം 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 സത്യം. അമ്മ ചോദിച്ചാലും ഞാൻ പറയത്തില്ല. പറഞ്ഞാ പിന്നെ നമുക്ക് കളിക്കാനൊന്നും പറ്റൂല. തങ്കം തങ്കം പറഞ്ഞോ അമറണ്ട കേക്കാം. ഇത് എന്തോന്നാണടി? ഒരു കാര്യം ചെയ്യുമ്പോ അത് വേണോന്ന് പറഞ്ഞ് ചെയ്യണം. ആക്കാനും വേണ്ടി ഓർക്കാനിക്കരുത് കേട്ടോ. എന്തുവാ കാര്യം പറ. കാര്യം കാണിച്ചാൽ ഇങ്ങോട്ട് വാ. നിനക്ക് നീ നടക്കാൻ നിന്റെ കാലിലല്ല കുഴപ്പമുണ്ടോ? എന്തോന്നാണടി ഇത്? എന്താണിത്? പാർട്ടിയുടെ യൂണിഫോം. കളിക്കരുത്. ഇത് കഴുകിയതാ കഴുകി. ഇച്ചിരി പശ മുക്ക എന്താണ് നിനക്ക് വയ്യാത്ത? ഞാൻ ചെയ്യണമായിരിക്കും. എങ്കിൽ പിന്നെ എനിക്കറിയാം കഴുകാൻ. തക്ലിമോളുടെ കുറച്ച് ബുക്കിലൊട്ടിക്കണൊക്കെ പശ അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുക്കിയാൽ മതിയോ? തമാശ പറയരുത്. അത് തന്നെ എന്നോട് പറഞ്ഞു. 2 ദിവസമായി പശ തീർന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വല്ല മൈൻഡും ചെയ്തോ? ഞാൻ പിന്നെ എന്തെടുത്തിട്ട് മുക്കും? പശ തീർന്നെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞി മുക്കണം. അതിൽ മുക്കണം. കഞ്ഞിവെള്ളത്തിന് മുക്കി തരട്ടെ? അതിൽ മുക്കാലോ. നാറ്റാണെന്ന് എന്നോട് പറയരുത് ക്ലീറ്റോ. റേഷനറിയുടെ കഞ്ഞിവെള്ളത്തിന് മുക്കിയാൽ നാറൂന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ്ട് വലിയ ആൾക്കാരുടെ നടുക്ക് പോയിരിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് റേഷനറി ഇല്ലാതെ വേറെ അരിയും വാങ്ങരുത്. പിന്നെ മറ്റേ നോട്ടടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തരണോണ്ടേ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എന്റെ ക്ലീറ്റോ അരി എന്നുള്ള ഇവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് തരുമോ എനിക്ക്? ഞാൻ ഇത് പറയുമ്പോ ദയവ് ചെയ്ത് നീ വേറെ ദാരിദ്ര്യത്തിലേക്ക് കടക്കരുത്. എപ്പോ നോക്കിയാലും ദാരിദ്ര്യം പറച്ചിലാണ് ഈ വീട്ടില്. എന്റെ ക്ലീറ്റ് ഇവിടെ ഉള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വീട്ടില് ദാരിദ്ര്യം ഉള്ളൂ, അതല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം മാത്രമല്ലേ ഉള്ളൂ, വേറെ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ആ കഷ്ടപ്പാടില്ല, ദൈവം സഹായിച്ചു. പിന്നെ അയ്യോ കയ്യാ തുണ്ട് എഴുതി വെക്ക്. തുണ്ട് എത്ര അവിടെ എഴുതി വെച്ചത്? അതൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. എന്നെങ്കിലും എഴുതിയല്ലേ. ഇപ്പൊ ആവശ്യമുള്ള തുണ്ട് എഴുതി വെക്ക്. അതിന്റെ സാധനങ്ങൾ ഞാൻ മേടിച്ചോണ്ട് വരാം. സാധനങ്ങൾ മേടിച്ചാൽ മതി. ആ പെങ്കൊച്ച് വളർന്ന് വലുതായി, അവർക്ക് ഉടുപ്പ് ഒന്നും പാകാവണില്ല, എല്ലാം ഇറുക്കി പിടിച്ചിരിക്കണേ. അതിന് ഇച്ചിരി തുണി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് എത്ര നാളെ 2 പാവടയും ബ്ലൗസും തയ്ക്കാൻ. സ്വന്തം മോളാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിച്ച് ലാളിച്ച് ഭക്ഷണം കൊടുക്കരുത്. അത് തിന്ന് ഇപ്പൊ തന്നെ ഒരുമാതിരിയായി. ഇച്ചിരൂടെ വളർന്നു കഴിഞ്ഞാൽ കെട്ടിച്ച് വല്ലവൻ്റെ വിടണ പാകത്തിനുള്ള ചെറുക്കനെ കിട്ടൂല. ഉള്ള കാര്യം പറഞ്ഞു. നിന്നെ പോലെ തിന്നണേനെ കണക്ക് പറയല്ലേ എന്റെ ക്ലീറ്റോ. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ മോളെ കെട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടം. പിന്നെ ഞാൻ എനിക്ക് എപ്പോഴും എന്റെ കണ്ണിന്റെ കാഴ്ച വെച്ചിട്ട് പോയപ്പോ ഞാൻ നിന്നെ കെട്ടി. സമയം എന്തായി? സമയം ഇന്നലത്തെ നേരമായി. 12:30 കഴിഞ്ഞ് 1 മണിയായി. ആ കൊച്ചെന്താ വരാത്ത തക്കളി? ഉച്ചവരെ ഉള്ളു ക്ലാസ്. 12 മണിക്ക് ക്ലാസ് കഴിയുന്ന പറഞ്ഞു. എന്താ ഉച്ചവരെ? ആ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് വന്നിട്ട് ഇന്ന് ഉച്ചവരെ ഉള്ളു പറഞ്ഞ ഡയറിയിൽ. ഈ സ്കൂളിൽ മിക്കവാറും ദിവസങ്ങളിൽ മീറ്റിംഗ് ആണല്ലോ. ഒന്ന് പോയി നോക്കിക്കേ. ആ 2 കിടാങ്ങൾ വല്ല വന്നോ? എന്താടി വൈകിയത്? ബസ്സേ കേടായി, നടന്നാണ് വന്ന. ഓ സ്കൂൾ ബസിന്റെ ഫീസും പുസ്തകത്തിന്റെയും ബുക്കിന്റെയും കൊടുക്കണ പൈസയൊക്കെ വെറുതെ ആണെന്നാണ്. സ്കൂളിൽ ഉച്ചവരെ പഠിപ്പുള്ളൂ, ബസ് കേട്. എന്തെടുക്ക നീ? ചായ ഒന്നും വേണ്ടേ? എനിക്കൊന്നും ചോറുണ്ടാ? ചോറുണ്ടാതല്ലേ പോയത് ഡീ മോനെ. കർത്താവേ, പറഞ്ഞ പോലെ മീറ്റിങ്ങിന്റെ കാര്യം മറന്നു. ഈ മെസ്സേജ് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തീർന്ന. തങ്കം വെള്ളം ഒന്ന് തേച്ചെടുക്ക്. ഈ പാല് കാച്ച് ഉച്ചവരെ ഉണ്ടായുള്ളൂ. പിന്നെ പാല് വെച്ച് രാത്രി കാണോ? അല്ല, എന്നാലും ഒരു പാല് കാച്ചൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു കമ്പനിയൊക്കെ ഉണ്ടാവില്ലേ? പാർട്ടിയൊക്കെ ഇല്ലേ? ഈ നല്ല വെയിലുള്ള സമയത്തിന് വെള്ളം അടിച്ചിട്ട് ഇത് തന്നെ ചിന്തയല്ലേ എപ്പോഴും? സാറിന്റെ അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ മക്കളെ നേർവഴിക്ക് നടത്തുന്നവനാണ്. ഇത് നല്ല അമ്മാവൻ തന്നെ. എടാ, അങ്ങനെ ഉച്ചവരെ ഉള്ളൂ കണക്കുന്ന. ഉച്ചവരക്ക് ലീവ് എടുത്താൽ മതിയായിരുന്നില്ലേ? ഉച്ചയ്ക്ക് പോയിരുന്നില്ലേ? സ്കൂളാ, അവിടെ ഓടിക്കും. അളിയാ എവിടെ ഉച്ചക്ക്? ഉച്ചവെയിൽ കൊള്ളാൻ പോണ് വരുന്ന. ഈ ചെക്കൻ എന്താ ഭ്രാന്തുണ്ട്? ചിലർ ഈ മഴ കൊള്ളാൻ ആഗ്രഹിച്ച് മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ വെയിലത്ത് ഇറങ്ങി നടക്കുന്നവൻ ആദ്യമായിട്ടാണ്. പോത്ത് വെയിൽ. അമ്മാവോ, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പല ആവശ്യങ്ങളും പല സമയത്ത് ഉച്ച രാവിലെ ഒന്നുമില്ല ഞങ്ങൾക്ക് കേട്ടോ. എന്റെ അമ്മ, പൊതുപ്രവർത്തകൻ ഇത് കേട്ട് ഭ്രാന്തായി. ഒരു വാർഡ് മെമ്പറെങ്കിലും ആയി കാണിക്കടാ. എന്നാ നീ പൊതുപ്രവർത്തകനാന്ന് ഞങ്ങൾ സമ്മതിക്കാം. നടന്നു തന്നെ. എബ്രഹാം ലിങ്കൺ അങ്ങനെ ഒരു മഹാനായ വ്യക്തിയുണ്ട്, അറിയാമോ? അയാള് 10-15 പ്രാവശ്യം വാർഡ് ഇലക്ഷനും പല ഇതിലുമായിട്ട് തോറ്റിട്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ആള് തിരിച്ചു വന്നത്. അതുപോലെ ഞാനും ഒരു വരവ്. അടിപൊളി, നല്ല ഉപമ. എബ്രഹാം ലിങ്കൺ. എന്താ കുഴപ്പം? നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ എന്റെ ഊർജം പോകും കേട്ടാ. നിക്കടാ പോവല്ലേ? അയ്യോ വേണ്ട, നിങ്ങൾ അമ്മാവനും മരുമോനും കൂടെ ആയിക്കോളി.
നമ്മളില്ലേ നമ്മൾ പുറംപോക്ക്. ഇന്ന് ഇത്തിരി നല്ല മൂടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു. ആരെങ്കിലും പറ്റിക്കാണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കടന്നുറങ്ങണ്ടല്ലേ. റേഡിയോയിലെ ടി വിയിലാണ് എബ്രാലിങ്ങനെ കുട്ടി പറഞ്ഞു കേട്ട് കാണും. ഇനി ഒരു 3 ദിവസത്തേക്ക് എബ്രാലിങ്ങനെ.